നമസ്കാരം. അമേരിക്കയിലെ ആഭ്യന്തര കലാപത്തെക്കുറിച്ച് എന്താണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് തലക്കെട്ട് കൊടുക്കാൻ മടി എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. മറ്റു വാർത്തകളുണ്ട്, മറ്റു വാർത്തകൾ വളരെ പ്രധാനമല്ല എന്ന് ഞാൻ പറയുന്നില്ല. കപ്പൽ മുങ്ങുന്നത് തീർച്ചയായിട്ടും വാർത്തയാണ്. നമ്മുടെ നാട്ടിലെ ഉപതെരഞ്ഞെടുപ്പുകൾ വാർത്തയാണ്. നമ്മുടെ രാഷ്ട്രീയ വാഗ്വാദങ്ങളൊക്കെ വാർത്തയാണ്. പക്ഷേ ആഗോള വാർത്തകളിൽ വളരെ പ്രാധാന്യത്തോടെ ഒന്നാം പേജിലേക്ക് മാറേണ്ട ഒരു വാർത്തയാണ് അമേരിക്കയിൽ കത്തിയാളിക്കൊണ്ടിരിക്കുന്ന ആഭ്യന്തര കലാപം. കഴിഞ്ഞ ജനുവരിയിൽ അധികാരത്തിൽ വന്ന ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന അന്നു തൊട്ട് ലോകത്തിൽ എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ പേരിൽ കലാപം ഉണ്ടാക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളാണ് ഏറ്റവും പ്രധാനം. ലോകത്തെ ഒരു പോലീസിനെ പോലെ ഭരിക്കാനാണ് വടിയും എടുത്തിറങ്ങിയിട്ട് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചത്. അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ ആരും അദ്ദേഹത്തെ ചെവിക്കൊണ്ടില്ല. അദ്ദേഹം ഗൾഫ് വാർ അല്ലെങ്കിൽ ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ പോയതാണ്. വെടിനിർത്താൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇന്ന് വരെ ഇസ്രായേൽ പോലും അദ്ദേഹത്തെ ചെവിക്കൊള്ളുന്നില്ല. അറബ് ലോകം ഒട്ടും ചെവിക്കൊള്ളുന്നില്ല. റഷ്യ യുക്രൈൻ യുദ്ധം നിർത്താൻ പോയതാണ്. അദ്ദേഹത്തോട് പണി നോക്കാൻ പറഞ്ഞ മട്ടാണ് ഇപ്പോൾ. ഞാൻ പറയുന്നത് ഡൊണാൾഡ് ട്രംപിനെ പുറത്തുള്ളവർക്ക് വേണ്ട എന്ന അവസ്ഥയിൽ ഇപ്പോൾ അമേരിക്കക്കാർക്കും വേണ്ട എന്ന അവസ്ഥയായിരിക്കുന്നു. കാലിഫോർണിയയിൽ കഴിഞ്ഞ ദിവസം നടന്ന കലാപം അതാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ നയം, ഒരു പ്രധാനപ്പെട്ട നയം, കുടിയേറ്റക്കാരെ ഓടിക്കുക, കുടിയേറ്റക്കാരെ വേണ്ട, കുടിയേറ്റ വിരുദ്ധ നിയമം കൊണ്ടുവരിക, അവർക്കെതിരായി കർശനമായ നടപടികൾ. എത്രയോ കാലമായി അമേരിക്ക കുടിയേറ്റക്കാരുടെ നാടാണെന്ന് അദ്ദേഹം മറന്നു പോകുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ. 1498 എന്നൊക്കെ പറയുന്ന കാലത്ത് 1493 കൊളംബസ് അവിടെ ചെല്ലുമ്പോൾ അമേരിക്കയിൽ ഒറ്റ മനുഷ്യനും അവിടുത്തുകാരല്ലല്ലോ. അവിടെ ഉണ്ടായിരുന്ന റെഡ് ഇന്ത്യൻസിനെ ഓടിച്ചിട്ടാണ് കൊളംബസിനെ പോലുള്ള കുടിയേറ്റക്കാർ അല്ലെങ്കിൽ കയ്യേറ്റക്കാർ അവിടെ വന്ന് താമസിക്കുന്നത്. കൊളംബസിൻ്റെ മക്കളും അദ്ദേഹത്തിൻ്റെ അനന്തര തലമുറയുമാണ് ഇന്നത്തെ അമേരിക്കക്കാർ. എന്ന് പറഞ്ഞാൽ അമേരിക്ക സമം കുടിയേറ്റം. കുടിയേറ്റക്കാരുടെ നാടാണ്, കുടിയേറ്റക്കാരുടെ സംസ്കാരമാണ്, കുടിയേറ്റക്കാരുടെ രാഷ്ട്രീയമാണ്, കുടിയേറ്റക്കാരുടെ സൃഷ്ടിയാണ് അമേരിക്ക. ഇപ്പോൾ അമേരിക്കയിൽ ഈ 2025 ഒരാൾ അധികാരത്തിൽ വന്ന് രണ്ടാമത്തെ തവണയാണ് അധികാരത്തിൽ വന്നിട്ട് അദ്ദേഹം പറയുന്നു കുടിയേറ്റക്കാർ വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ കയറിക്കഴിഞ്ഞാൽ പിന്നെ ബസ്സിൽ ആരും കയറണ്ട എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ നയം. ഏതായാലും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കാലിഫോർണിയയിൽ അദ്ദേഹത്തിനെതിരായി വലിയ കലാപം നടന്നു. കുടിയേറ്റ നിയമം റദ്ദാക്കണം, അതിനെതിരായി വലിയ പ്രതിഷേധം നടന്നു. തുടർച്ചയായിട്ട് ദിവസങ്ങളോളം നീണ്ട പ്രതിഷേധം. മൂന്നാം ദിവസത്തെ പ്രതിഷേധം വളരെ അക്രമാസക്തമായപ്പോൾ റോഡ് തടഞ്ഞു. 101 ഹൈവേ എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ ഹൈവേ ആണ്. 101 നമ്പർ ഹൈവേ. ആ ഹൈവേ തടഞ്ഞു, ഗതാഗതം നിലച്ചു. അതിനെ തുടർന്ന് പോലീസ് ഇറങ്ങി. പോലീസിനെ കൊണ്ടായില്ല, പട്ടാളം ഇറങ്ങി. 300 ട്രൂപ്പുകളാണ് പട്ടാളം. നാഷണൽ ഗാർഡ് എന്ന് പറയുന്നതാണ് അമേരിക്കയുടെ പട്ടാളം. അമേരിക്കൻ പട്ടാളം, നാഷണൽ ഗാർഡ് 300 ട്രൂപ്പുകളാണ് അവിടെ ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വന്നത് ക്രമസമാധാനം പാലിക്കാൻ വേണ്ടി. പട്ടാളത്തെ ഇറക്കി എന്ന് മാത്രമല്ല, ഇത് മുഴുവൻ ഉത്തരവിടുന്നത് ട്രംപാണ്. പട്ടാളത്തെ ഇറക്കിയിട്ട് കാരണമുണ്ട്. അവിടെ കലാപത്തെ ആർക്കും നിയന്ത്രിക്കാനായില്ല. കലാപം മുഴുവൻ ട്രംപിനെതിരെയാണ്. ട്രംപിൻ്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരായിട്ടാണ്, ട്രംപിൻ്റെ രാജ്യവിരുദ്ധ നടപടികൾക്കെതിരായാണ്. പട്ടാളം വന്നിട്ട് അവിടുത്തെ കലാപകാരികൾ വ്യാപകമായി റോഡ് തടഞ്ഞു എന്ന് മാത്രമല്ല, ഓടിക്കൊണ്ടിരിക്കുന്ന കാറുകൾക്ക് തീയിട്ടു. കാറുകൾ ആപത്ത് കുറഞ്ഞത് സെൽഫ് ഡ്രൈവിംഗ് ആണ്. നമ്മുടെ കാറുകളെ പോലെ അല്ല. പുതിയ കാലത്ത് അമേരിക്കൻ കാറുകളൊക്കെ സെൽഫ് ഡ്രൈവിംഗ് ആണ്. ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാറുകളായതുകൊണ്ടാണ് അപകടം കുറഞ്ഞത്, അല്ലെങ്കിൽ മനുഷ്യർക്ക് വിപത്ത് കുറഞ്ഞത്, ജീവാപായം കുറഞ്ഞത്. മാത്രമല്ല ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. ജനങ്ങളെ പിരിഞ്ഞു പോകാൻ വേണ്ടി പോലീസ് എല്ലാം പ്രയോഗിച്ചു നോക്കി. ടിയർ ഗ്യാസ് പ്രയോഗിച്ചു, റബ്ബർ ബുള്ളറ്റ് പ്രയോഗിച്ചു, സൗണ്ട് ബോംബ് എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ടല്ലോ, ഡ്രോൺസ്. സൗണ്ട് ബോംബാണ്. ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു ഡ്രോൺ വീട് കഴിഞ്ഞ് അപാരമായ ശബ്ദവും അപാരമായ വെളിച്ചവും. അതുകൊണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോകും, ശബ്ദം കൊണ്ട് കാതടച്ചു പോകും, ആളുകൾ കണ്ണടച്ച് ഏതെങ്കിലും ഭാഗത്ത് ഡിസ്പോസ്ഡ് ആയിട്ട് പോകും. അങ്ങനെ ധാരാളം പുത്തൻ മുറകൾ, ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനുള്ള എല്ലാ പുത്തൻ മുറകളും അവിടെ പ്രയോഗിച്ച് നോക്കി. അതുകൊണ്ടൊന്നും അടങ്ങാഞ്ഞിട്ടാണ് പട്ടാളം വരേണ്ടി വന്നത്. നാഷണൽ ഗാർഡ് വന്നിറങ്ങിയിട്ട് പോലീസിന് നേരെ കല്ലേറ്, പട്ടാളക്കാർക്ക് നേരെ കല്ല് മാത്രമല്ല പട്ടാളക്കാർക്ക് നേരെ കത്തിച്ച് പടക്കം എറിയുന്നു. സിമൻറ്റ് കട്ടയും കോൺക്രീറ്റ് ബ്ലോക്കുകളൊക്കെ പട്ടാളക്കാർക്കും പോലീസിനും നേരെ എറിയുന്നു. പെട്രോൾ ബോംബ് എറിയുന്നു പോലീസിന് നേരെ. നിവൃത്തിയില്ലാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓടിയിട്ട് കല്ലേറും മറ്റേറും ബോംബേറും ഒന്നും സഹിക്കവയ്യാതെ
പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുഴുവനും ആദ്യം കണ്ട പാലത്തിന് ചുവട്ടിലൊക്കെ ഒളിച്ചിരിക്കേണ്ടി വന്ന അവസ്ഥയിലാണ് പട്ടാളം ഇറങ്ങിയിട്ട് അവിടെ ക്രമസമാധാനം പാലിക്കേണ്ടി വന്നത്. ഇതാണ് സിറ്റുവേഷൻ. പക്ഷേ ഒരു സംസ്ഥാനത്തേക്ക് പട്ടാളത്തെ അയക്കുന്നതിന് മുമ്പ് ആ സംസ്ഥാന ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്യണ്ടേ, അവരുമായിട്ട് ആലോചിക്കണ്ടേ, അവരുടെ സമ്മതം വാങ്ങണ്ടേ? ഇതൊക്കെയാണ് അമേരിക്കയിലെ ഫെഡറൽ നിയമങ്ങൾ. നമ്മുടെ രാജ്യത്തെക്കാളും ശക്തമാണ് അവിടുത്തെ ഫെഡറൽ നിയമങ്ങൾ. ഒരു രാജ്യത്ത് അമേരിക്ക ഭരിക്കുന്ന പ്രസിഡന്റ് ആണെങ്കിൽ ഓരോ സംസ്ഥാനവും ഭരിക്കുന്ന ഗവർണർമാരാണ്. എന്നാൽ കാലിഫോർണിയയുടെ ഗവർണർ ഗവിൻ ന്യൂസം പറയുന്നു, അദ്ദേഹം വേറൊരു കാര്യമുള്ളത്, അദ്ദേഹം ട്രംപിൻ്റെ പാർട്ടിക്കാരനല്ല. അമേരിക്കയിൽ ആകെ 2 പാർട്ടിയുള്ളൂ. ഒന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനാണ് ട്രംപ്, അദ്ദേഹത്തിൻ്റെ എതിർ പാർട്ടിയാണ് ഡെമോക്രാറ്റാണ് ഈ ന്യൂസം. അതുകൊണ്ട് കാലിഫോർണിയ ഗവർണർ ഗവിൻ ന്യൂസം പറയുന്നു, ട്രംപിനെതിരായി ഞാൻ കേസ് കൊടുക്കും, രാജ്യത്തെ എല്ലാ നിയമങ്ങളും മൂലം ഞാൻ പൊരുതും. അദ്ദേഹം ചെയ്തത് ഗവർണറോട് ആലോചിക്കാതെ, എൻ്റെ സംസ്ഥാനത്ത് അതിൻ്റെ ഗവർണറായ എന്നോടോ എൻ്റെ ഗവൺമെൻറ്റിനോടോ ആലോചിക്കാതെ അവിടുത്തെ നാഷണൽ ഗാർഡിനെ, പട്ടാളത്തെ കൊണ്ട് ഈ എൻ്റെ നാട്ടിലെ ജനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് നിയമവിരുദ്ധമാണ്, അധാർമികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നു. ഇതാണ് ചിത്രം. അതുകൊണ്ട് ആരാണ് പൊരുതുന്നത് ആരാണ്? കാലിഫോർണിയയിലെ ജനങ്ങളാണ്. കാലിഫോർണിയക്കാർ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഉണ്ട്. കാലിഫോർണിയയിലാണ് ഏറ്റവും അക്രമാസക്തമായത്. അവിടെയാണ് നാഷണൽ ഗാർഡിനെ വിന്യസിക്കേണ്ടി വന്നത് എന്ന് മാത്രം. അന്നേരത്ത് പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. ഈ ഗവർണർ ന്യൂസം വളരെ ശക്തമായി ട്രംപിനെതിരായി രംഗത്ത് വന്നു. കേസ് കൊടുക്കും, നിയമപരമായി പൊരുതും, രാഷ്ട്രീയമായി നേരിടും. അങ്ങനെ വളരെ ശക്തമായി ട്രംപിനെതിരെ അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ സംസ്ഥാനമാണ് കാലിഫോർണിയ, ലോസ് ആഞ്ചൽസ്, നമ്മുടെ ഹോളിവുഡ് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധവും ഏറ്റവും മനോഹരവുമായ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെതിരായി വലിയ കലാപങ്ങൾ ഉയരുന്നത്. ആ സമയത്ത് അവിടുത്തെ ജനങ്ങളാണ് ഒറ്റക്കെട്ടായിട്ട് പൊരുതുന്നത്. ട്രംപിൻ്റെ ട്രംപിനെതിരായിട്ടാണ് മുദ്രാവാക്യങ്ങൾ, ട്രംപിൻ്റെ കോലങ്ങളാണ് കത്തിക്കുന്നത്, ട്രംപിനെതിരായിട്ടാണ് കോലാഹലം മുഴങ്ങുന്നത്. ആ സമയത്ത് ഗവർണർ ജനങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ട്രംപിൻ്റെ കെണിയിൽ വീഴരുത്. ട്രംപ് നിങ്ങളെ പ്രകോപിപ്പിക്കുകയാണ്. ട്രംപ് പലതും പറയും, ട്രംപ് പല നിയമങ്ങളും കൊണ്ടുവരും. ഈ നാട് ഭരിക്കുന്ന ഞാനാണ് ഗവർണർ, നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് അപായം വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളും, സൂക്ഷിച്ചുകൊള്ളും, ഞാൻ തടഞ്ഞുകൊള്ളും. നിങ്ങൾ ട്രംപിൻ്റെ കെണിയിൽ വീണ് ട്രംപിനെതിരായിട്ട് പ്രതിഷേധിക്കാൻ തുടങ്ങിയാൽ, നാട്ടിലെ നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിയാൽ എനിക്ക് നിവൃത്തി ഉണ്ടാവില്ല. അക്രമം കാണിച്ചാൽ, പൊതുമുതൽ നശിപ്പിച്ചാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ട്രംപിന് വേണ്ടത് അതാണ്. ഈ രാജ്യത്തെ പാവങ്ങളായ ജനങ്ങളെ, അമേരിക്കക്കാരെ ജയിലറകൾക്കകത്ത് നിറക്കാനാണ് ട്രംപിൻ്റെ പദ്ധതി. ആ പദ്ധതിയിൽ നിങ്ങൾ വീണുകൊടുക്കരുത്, നിങ്ങൾ സമാധാനം പാലിക്കണം, സമാധാനപൂർവ്വം സമരം ചെയ്യണം എന്ന് കാലിഫോർണിയ ഗവർണർ ജനങ്ങളോട് അപേക്ഷിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങളും ഗവർണറും ഒരുമിച്ച് ചേർന്നിട്ട് ആ രാജ്യം ഭരിക്കുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായി രംഗത്ത് വന്നിരിക്കുന്നു എന്ന ചിത്രമാണ് അമേരിക്കയിലെ ഏറ്റവും പുതിയ ചിത്രം. അതുകൊണ്ട് അമേരിക്ക ആഭ്യന്തര കലാപത്തിൻ്റെ പിടിയിലമർന്നിരിക്കുന്നു. ട്രംപിന് തൽക്കാലം ലോകത്തിലെ യുദ്ധങ്ങളും കലാപങ്ങളും തീർക്കുകയല്ല അദ്ദേഹത്തിൻ്റെ അടിയന്തരമായ ജോലി. അദ്ദേഹത്തിന് അമേരിക്കയിൽ സമാധാനം ഉണ്ടാക്കാൻ, സ്വന്തം രാജ്യത്തെ സ്വന്തം പട്ടാളം, ലോകത്തിലെ രാജ്യങ്ങളിലാകെ അമേരിക്കൻ പട്ടാളത്തെ വിന്യസിച്ച് അന്നാട്ടുകാരെ കൊന്നുകൂട്ടാൻ, ആ നാട്ടിലെ നഗരങ്ങൾ തകർക്കാൻ, ആ നാട്ടിലെ സംസ്കൃതികൾ തകർക്കാൻ അമേരിക്കൻ പട്ടാളത്തെ വിന്യസിച്ചിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇന്ന് സ്വന്തം നാട്ടിലെ ജനങ്ങളെ അടിച്ചമർത്താൻ സ്വന്തം പട്ടാളത്തെ വിന്യസിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന ഗതികേടാണ് ഏറ്റവും ഒടുവിൽ ട്രംപിനെ ലോകത്തിന് മുമ്പിൽ മുഖം മൂടി അഴിച്ച് നിർത്തുന്നത്. ട്രംപ് എന്ത് ചെയ്യുന്നു എന്ന് കാണാം. ട്രംപിനെ അമേരിക്കക്കാർ എങ്ങനെ നേരിടുന്നു എന്ന് കാണാം. ട്രംപിനെ ഒരു കാര്യം ഉറപ്പാണ്, ട്രംപിനെ നേരിടാൻ അധികകാലമൊന്നും ലോകം കഷ്ടപ്പെടേണ്ടി വരില്ല. ട്രംപിനെ നേരിടാൻ അമേരിക്കക്കാർ തന്നെ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. നന്ദി, നമസ്കാരം.